ഞാനൊക്കെ ജനിച്ചിട്ട് വോട്ട് ചെയ്യാനായിട്ട് അവസരം കിട്ടിയ അന്ന് മുതൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയും കോൺഗ്രസ്സുകാരനായിരുന്നു. പക്ഷേ ഞങ്ങളിപ്പോൾ മാറിയത് എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് ഇത്രയും നാൾ നടന്ന ഇവരിൽ നിന്നും ഒരു സഹായവും കിട്ടുന്നില്ല. എൻ്റെ വീടും എൻ്റെ സ്ഥലവും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടപ്പോൾ വല്ലവരും വന്ന് കയ്യേറിക്കൊണ്ട് പോകാമെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ കൈപിടിച്ച് ഉയർത്തിയ മോദി ഗവൺമെൻറ്റിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ നിൽക്കും. പ്രധാനമന്ത്രി മോദിയുടെ കൂടെയും കിരൺ റിജിജുവിൻ്റെ കൂടെയും രാജീവ് ചന്ദ്രശേഖരനൊക്കെ കൂടെ തന്നെ ഞങ്ങൾ നിൽക്കും. അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ എങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റും അതേമാതിരിയൊക്കെ ഞങ്ങൾ അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ വഖഫ് അമെൻമെൻറ്റ് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ ആനുകൂല്യമുണ്ട്. 2A എന്ന് പറയുന്ന വകുപ്പിലൂടെ ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുകയാണെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടെ പൂർണ്ണ ബോധ്യം. അതിൽ തന്നെ അടിയുറച്ചാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇദ്ദേഹം ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഈ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ഈ വഖഫ് അമെൻമെൻറ്റിനെ പറ്റി വളരെ മോശമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയണത് എന്തിട്ടാണ് ഈ അതിൽ തന്നെയുള്ള വേറൊരു വകുപ്പിനെ കൂട്ടുപിടിച്ചിട്ടാണ് അതിൽ ഇദ്ദേഹം ഇപ്പോഴും പറയണത്. അതൊന്നുമല്ല കാര്യം. അതിൻ്റെ അകത്ത് ആ 2A എന്നുള്ളതിൽ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള ഇതുണ്ട്. അതിപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഇപ്പോൾ അത് ചെറിയ കാലതാമസം വന്നിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ ഇവർ ഗവൺമെൻറ് ഉൾപ്പെടെ കേരള ഗവൺമെൻറ്റും മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാവരും കക്ഷി ചേർന്ന് 10-75ഓളം പേര് അവിടെ കക്ഷി ചേർത്ത് കേസ് കൊടുത്തതൊക്കെയാണ്. അപ്പോൾ ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ ആ കേസിൻ്റെ ഒരു ചെറിയൊരു തീരുമാനം വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു രക്ഷ നേടാനായിട്ടുള്ള അവസരം വരുള്ളൂ. കാരണം അതിൻ്റെ ചട്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഇനിയും പാർലമെൻറ്റിൽ അത് ഇത് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉടനെ തന്നെ അത് എറണാകുളം ജില്ലാ കളക്ടർക്ക് ഞങ്ങൾ സമർപ്പിക്കും. അതിൽ നിന്ന് അദ്ദേഹം ഞങ്ങൾക്ക് അതിൻ്റെ മോചനമായിട്ടുള്ള രീതിയിലുള്ള നടപടിക്രമങ്ങൾ ചെയ്തു തരണം. അതാണ് ആ നിയമത്തിലുള്ള ഈ ചട്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളും പറയണം. അത് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റും BJPയും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. ഇതിനെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ഇതിലുകൊണ്ട് ഒരു യാതൊരു ഗുണമില്ലെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ആരെയാണ് വിശ്വാസം യഥാർത്ഥത്തിൽ? ഞങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ തന്നെയാണ് വിശ്വാസം. കേന്ദ്രമന്ത്രി കിരൺ റിജിജു വന്ന് ഞങ്ങൾക്ക് ഇതിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ഉറപ്പിൽ തന്നെ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഭൂരിഭാഗം ജനങ്ങൾ ഇവിടെ നിൽക്കണം. ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ ചില നേതാക്കന്മാർ ഈ ഭരണപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെയൊക്കെ ഇപ്പോൾ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു ഗുണമില്ലെന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട്. അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ പല കേസുകളും ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കേസുകളൊന്നും ഇനി ഒരു ഉപകാരപ്പെടില്ല. നമുക്ക് ഇനി ഉപകാരപ്പെടുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഈ മുനമ്പൻ ജനത രക്ഷപ്പെടാനായിട്ടുള്ള ഏക മാർഗം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഈ നിയമ ഭേദഗതിയാണ്. ചേട്ടിപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ വാശിയോടെയാണ് VD സതീശൻ ഇങ്ങനെ കേന്ദ്ര സർക്കാർ നിങ്ങളെ പറ്റിച്ചു നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഇത് പരക്കാനുള്ള സാധ്യത? ഒരു തെറ്റിദ്ധാരണ പരക്കില്ല. കാരണം ഈ 3.5 വർഷവും ഞങ്ങൾ ഈ വഖഫ് ദുരന്തം പേറിയിട്ട് ഇവിടെ നടക്കുന്നത്. ഇന്നേ വരെ ഞങ്ങൾക്ക് ഒരു ഗുണവും ഈ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഞങ്ങൾക്ക് ഇവിടെ ചെയ്തിട്ടില്ല. പറഞ്ഞാൽ മനസ്സിലായ. അപ്പോൾ ഇപ്പം വന്നിട്ട് പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഒരു 1.5 കൊല്ലം കൂടി കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ അതിക്ക് മുമ്പ് വന്നിട്ട് ഞങ്ങൾ ആയാണ് ഇവരെ രക്ഷിക്കാൻ പോണത്, അല്ലെങ്കിൽ ഞങ്ങൾ ഇവരെ രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് പരത്താൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ വന്ന് നിന്ന് പ്രസംഗിക്കുന്നതല്ലാണ്ട് അതുകൊണ്ടൊന്നും യാതൊരു ഗുണവും ഇല്ല. ഞങ്ങളതിൽ വിശ്വസിക്കുകയില്ല. ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട്. ഇതിക്ക് മുമ്പ് പല പ്രാവശ്യം വന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 5 മിനിറ്റ് കൊണ്ട് തീരും, 5 മിനിറ്റ് കൊണ്ട് തീരുമെന്ന്. അങ്ങനെയാണ് ഈ 5 മിനിറ്റ് കൊണ്ട് തീരുമെന്നുള്ളത് ഇദ്ദേഹത്തിന് അറിയാമെങ്കിൽ അദ്ദേഹം ഗവൺമെൻറ്റിനോട് പറയട്ടെ 5 മിനിറ്റ് കൊണ്ട് തീർക്കാനായിട്ട് ഇന്ന കാര്യം ചെയ്താൽ മതിയെന്ന്. അത് ഗവൺമെൻറ്റിനോട് പറയണില്ല. അദ്ദേഹവും ഉൾപ്പെടെയുള്ള MLA-മാർ 140 പേര് കൂടി ഒപ്പിട്ടാണ് അന്ന് വഖഫിന് വേണ്ടിയിട്ട് നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയത്. ആ സതീശൻ്റെ ഇവിടുന്ന് ജയിപ്പിച്ചു വിട്ട 18 MP-മാർ 19 MP-മാർ ഭരണപക്ഷവും പ്രതിപക്ഷമുള്ള MP-മാർ ലോക്സഭയിൽ ഈ വഖഫിന് വേണ്ടിയിട്ട് അനുകൂലമായിട്ട് അവിടെ കടന്ന് നിരന്തരമായിട്ട് മുറവിളി കൂട്ടിയായിരുന്നു. ആകെ ഒരാൾ കേരളത്തിൽ നിന്ന് പോയതിൽ സുരേഷ് ഗോപി മാത്രമേ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ബിഷപ്പും കോട്ടപ്പുറം രൂപതാ ബിഷപ്പും അതോടൊപ്പം തന്നെ നിങ്ങളെ പള്ളിയിലെ ഇടവക പള്ളിയിലെ വികാരി അച്ഛനും പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ കാണാൻ പോയ സമയത്ത് കാണാൻ സമ്മതിച്ചില്ല അല്ലെങ്കിൽ അനുവാദം കൊടുത്തില്ല എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ടല്ലോ, ശരിയാണോ?
അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ പാടില്ല. എങ്കിലും ഒരു ദിവസം ഒരു 2-3 ആഴ്ചക്ക് മുമ്പാണെന്ന് തോന്നുന്നു, ഞായറാഴ്ച അച്ഛൻ പള്ളിയിൽ വിളിച്ച് പറഞ്ഞ കേസാണ് ഇത്. ബിഷപ്പുമായിട്ട് അച്ഛൻ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ കാണാൻ പോയിട്ട് മുഖ്യമന്ത്രിയെ കാണാനായിട്ട് പറ്റിയില്ല. കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് അത് കാണാണ്ട് തിരിച്ചു പോന്നു എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ അപ്പോൾ അത് അന്വേഷിച്ചപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾക്കത് വിഷമമായി. കാരണം ഒരു മുഖ്യമന്ത്രിയെ കാണാനായിട്ട് നേരത്തെ തന്നെ മുൻകൂർ അനുവാദം വാങ്ങാണ്ടൊന്നും ഇവിടുന്ന് പോകില്ലല്ലോ. അനുവാദം വാങ്ങിയിട്ട് തന്നെയാണ് ഇവർ പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്തോ കൊണ്ട് കാണാഞ്ഞത് എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. പക്ഷെ പിന്നീട് അറിഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 200ാമത്തെ ദിവസം, ഇവിടെ സമരത്തിൻ്റെ 200ാമത്തെ ദിവസം എറണാകുളത്ത് നിന്ന് ഈ KLC-യുടെയും CLC-യുടെയൊക്കെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രസംഗവും മറ്റുള്ള കാര്യങ്ങളും ഐക്യദാർഢ്യം എന്നുള്ള രീതിയിലാണ് അവർ വന്നത്. പക്ഷേ അവർ അന്ന് ഗവൺമെൻറ്റിനെതിരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രസംഗം വരുന്നത്. അതിൽ ഭൂരിഭാഗം പേരും കോൺഗ്രസ്സുകാർ തന്നെയാണ്. കാരണം ഈ KLC-യുടെയും CLC-യുടെയും ഒക്കെ നേതാക്കന്മാർ ഭൂരിഭാഗം പേര് കോൺഗ്രസ്സിനോട് അനുഭവമുള്ള ആൾക്കാരാണ്. എന്നും അവിടെ വരാപ്പുഴ രൂപതയിലേക്ക് കിടന്ന് ഉള്ള കോൺഗ്രസ് പാർട്ടിക്കാരായിട്ടുള്ള ബന്ധമുള്ള ആൾക്കാരായിരുന്നു അന്ന് വന്നത്. അപ്പോൾ അവർക്ക് കോൺഗ്രസിന് അനുകൂലമായിട്ടും ഗവൺമെൻറ്റിനെതിരെയായിട്ടൊക്കെയാണ് അന്ന് ഇവിടെ നടത്തിയ പ്രസംഗം. ആ പ്രസംഗം മുഖ്യമന്ത്രി അറിയുകയും അപ്പോൾ ഇവിടെ ഇൻ്റലിജൻസ് അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കുള്ളൂ ചിലപ്പോൾ ഗവൺമെൻറ്റിനെതിരെയൊക്കെ മോശമായിട്ട് സംസാരിച്ചെന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പാടില്ല. ചിലപ്പോൾ അതായിരിക്കുള്ളൂ. ചിലപ്പോൾ മുഖ്യമന്ത്രി ഇവരെ കാണാൻ വിസമ്മതിച്ചത്. കാരണം അതിക്ക് മുമ്പ് പല പ്രാവശ്യം മുഖ്യമന്ത്രിയെ കാണാനായിട്ട് കൊട്ടപ്പുറം രൂപത ബിഷപ്പും ഈ വികാരി അച്ഛനും പോയിട്ടുള്ളതാണ്. അന്നൊക്കെ കാണാൻ സാധിച്ചിട്ടുള്ളതാണ്. പിന്നെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് അത് അനുവാദം കൊടുക്കാഞ്ഞതെന്ന് അന്വേഷിക്കുമ്പോൾ ഉള്ള കാര്യം ഇതായിരിക്കുള്ള കാര്യം. VD സതീശനോടൊക്കെയുള്ള ആളുകൾക്ക് വലിയ പേടിയുണ്ടോ? ക്രിസ്ത്യൻ സമൂഹം അവർക്കെതിരാകുമെന്നുള്ളത് ഈ ഒരു വിഷയത്തിൽ? ക്രിസ്ത്യൻ സമൂഹം ഈ പ്രാവശ്യം ഇലക്ഷൻ നോക്കിക്കോ, ഭൂരിഭാഗം സീറ്റും ഈ കോൺഗ്രസിന്റെ നഷ്ടപ്പെട്ടിരിക്കും. ഭൂരിഭാഗം സീറ്റിലും BJP കുതിച്ചുയരും. കാരണം ഇവിടെയുള്ള ജനങ്ങൾ ഈ കള്ളനാണയങ്ങളെ പൂർണ്ണമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുള്ള അവസരങ്ങളാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് ഇവരുടെ വാക്കിൽ നിന്നും ഇവരുടെ പ്രവൃത്തിയിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് നമ്മൾ ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ അത് കഴിഞ്ഞിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ ഈ കുപ്രചരണങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരു യുദ്ധത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ നേരത്ത് രാജ്യത്തിൻ്റെ ഒപ്പം നിൽക്കാതെ ഇപ്പോഴും അവർ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന പല വാക്കുകളും പല നേതാക്കന്മാർ പറയുന്നത് നമ്മൾ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും കാണുന്നതല്ലേ. അപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഭൂരിഭാഗം ജനങ്ങളും ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയോട് വെറുപ്പായിട്ട് തന്നെ നിൽക്കുകയാണ്. അത് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും ശരി, നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ശരിയാണ്. ശക്തമായ തിരിച്ചടി ഈ കോൺഗ്രസിന് ഈ കേരളത്തിൽ ജനങ്ങൾ കൊടുക്കും. അത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ വലിയ മാറ്റം ഉണ്ടാകും എന്ന് പറയുന്നുള്ളൂ. അപ്പൊ നിങ്ങളൊക്കെ ഈ കോൺഗ്രസിന്റെ പ്രവർത്തകരും നിരന്തരം കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന തീർച്ചയായിട്ടും ഈ കോൺഗ്രസിനും ഭൂരിഭാഗം വോട്ട് നൽകിക്കൊണ്ടിരുന്നവരാണ് ക്രൈസ്തവർ. പക്ഷേ ഇപ്പൊ അവർക്ക് ക്രൈസ്തവരെ വേണ്ട, മുസ്ലിങ്ങൾ മാത്രം മതി എന്നുള്ള തീരുമാനത്തിലാണ് അവർ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ വഖഫിന്റെ പേരിലും പറഞ്ഞുകൊണ്ടും ഈ ഇത്രയും വലിയ വിഷയങ്ങൾ ഇവിടെ ഇത്രയും 610 കുടുംബങ്ങൾ ഇവിടെ കിടന്ന് ദുരിതം അനുഭവിക്കണം. ഒരു വഖഫ് കയ്യേറിയാണ്, അത് വഖഫ് ഭൂമി അല്ലാന്ന് അദ്ദേഹം പറയുകയും ഈ പാർലമെന്റിലായാലും ഇവിടെ മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ മുസ്ലിങ്ങളോട് അനുകൂലിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമല്ല ഇവർ നടത്തുന്നത്. അതല്ലെങ്കിൽ ഇവിടുത്തെ ഇവിടുത്തെ ജനതകളുടെ കൂടെ തന്നെ നിൽക്കണ്ടേ ഇദ്ദേഹം? ആ സാഹചര്യം നോക്കണ്ടേ? അതല്ല ചെയ്യുന്നത്. ഇവിടെ 10 മിനിറ്റിന്റെ കാര്യം പറയും, അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പ്രവർത്തനം 10 മിനിറ്റല്ല 100 കൊല്ലം ഈ ജനങ്ങളെ ഇവിടെ കിടന്ന് ദുരിതം അനുഭവിച്ചോട്ടെ എന്നുള്ള ചിന്താഗതി കൂടി തന്നെയാണ് ഈ സതീശന്റെ പാർട്ടിയും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊക്കെ ജനിച്ചിട്ട് വോട്ട് ചെയ്യാനായിട്ട് അവസരം കിട്ടിയ അന്ന് മുതൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയും കോൺഗ്രസ്സുകാരനായിരുന്നു. പക്ഷേ ഞങ്ങളിപ്പോൾ മാറിയത് എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് ഇത്രയും നാൾ നടന്ന ഇവരിൽ നിന്നും ഒരു സഹായവും കിട്ടുന്നില്ല. എൻ്റെ വീടും എൻ്റെ സ്ഥലവും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടപ്പോൾ വല്ലവരും വന്ന് കയ്യേറിക്കൊണ്ട് പോകണമെന്ന് കണ്ടപ്പോൾ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തിയ മോദി ഗവൺമെൻറ്റിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ നിൽക്കും. പ്രധാനമന്ത്രി മോദിയുടെ കൂടെയും കിരൺ റിജിജുവിൻ്റെ കൂടെയും രാജീവ് ചന്ദ്രശേഖരൻ്റെ കൂടെ തന്നെ ഞങ്ങൾ നിൽക്കും. അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ എങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റും അതേമാതിരിയൊക്കെ ഞങ്ങൾ അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രവർത്തിക്കും.